ആത്മവിമർശനം നടത്തും. നമ്മൾ തന്നെ ശരിയാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും. തിരുത്തിയതിനെ ശരി എന്നുള്ള ബോധ്യത്തില് ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് കൂട്ടം കൂട്ടമായി നമ്മളോടൊപ്പം നമ്മൾ ചേർത്ത് നിർത്തും. അങ്ങനെയാണ് ഇപ്പോ കേരളം എന്നുള്ളതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? എന്താ വിളിക്കുന്നത്? നമ്മള് കേരളത്തിന്റെ ഇപ്പൊ വിളിക്കുന്നില്ലല്ലോ അല്ലേ? നവകേരളം എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ? നവകേരളം എന്ന് പറഞ്ഞ എന്താ? പോയ പോലെ പോയാൽ പോരാ, അതാണ് നവകേരളം എന്ന് പറഞ്ഞാൽ. നമ്മൾ കുടുംബത്തിലും അങ്ങനത്തെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കില്ലേ? ഇങ്ങനെ പോയാ ശരിയാവില്ല. ഭാര്യയും ഭർത്താവും കൂടി അവരുടെ രണ്ടുപേരും ജോലിക്ക് പോയിട്ടും സാഹചര്യങ്ങൾ എങ്ങനെയാ പോകുന്നത്? ലോൺ എടുത്തിട്ട് വീട് വെക്കണോ, അതോ വരുമാനം കുറച്ച് കൂട്ടി വെച്ച് ഒരു പകുതിക്കൊക്കെ ആയിട്ട് വീട് വെക്കണോ? അപ്പുറത്തെ ആള് വീട് വെച്ചൂലോ. അപ്പൊ അടുത്ത ചോദ്യം ഇല്ലേ? ഞാനും അവളും ഒരുമിച്ച് 10ാം ക്ലാസ് പഠിച്ചതാ. എനിക്ക് കിട്ടിയത് ഇയാളെ, അവൾക്ക് നല്ല ആളെ കിട്ടി, അവള് താ വീട് വെച്ചു. പിന്നെ നമ്മൾ വീട് വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ മാനം പോയില്ലേ ഇല്ലേ? അങ്ങനെ എത്ര പേരുടെ മാനം പോയി അറിയോ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളില്? ഒപ്പം പഠിച്ചവൾ അയൽവക്കക്കാരി വീട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വീട് വെച്ചിരിക്കണം. ആരുടെ വാശിയാന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ്. പക്ഷെ ഈ തലമുറ അതിനെയൊക്കെ തിരുത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കുറ്റവും കുറവും ആ തലമുറയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഒന്ന് എഴുതി വെച്ചോളുക, നമ്മൾ നമ്മുടെ ആ പ്രായത്തിൽ ജീവിച്ചതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ, നല്ല രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ശരി തെറ്റുകളെ മനസ്സിലാക്കി അതെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ. അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരിത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവർ കേൾക്കുന്നത് മുഴുവൻ എന്താ? എന്തിന്റെ കുറവുണ്ടായിട്ടാണ് ആദ്യം ചോദിക്കുക. നിനക്ക് പഠിച്ചുകൂടെ എന്നാണ് ആദ്യം ചോദിക്കുക. അല്ലെങ്കിലും കുറ്റവും കുറവുകളുമാണ് അവരോട് പറയുന്നത്. നമ്മളെ കൊണ്ടാവുന്നത് പോലെ അവരെ നല്ല രീതിയിൽ നോക്കി വളർത്തി എന്നുള്ളതിന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് മക്കളോട്. എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? മക്കൾ ആരെങ്കിലും നമ്മളോട് തിരിച്ചു ചോദിച്ചാൽ തീരുന്നതാണ് ആ ചോദ്യത്തിന്റെ ഗ്യാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നെ എന്തിന്റെങ്കിലും കുറവില്ലാണ്ട് വളർത്താൻ ഞാൻ പറഞ്ഞോ എന്ന് തിരിച്ചൊരു ചോദ്യം വന്ന അപ്പ തീരും നമ്മുടെ ഈ ചോദ്യത്തിന്റെ മോന. നമ്മളൊക്കെ വളർന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മളെ ഏറ്റവും മികച്ചതാക്കി വളർത്താനുള്ള സാഹചര്യത്തിൽ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ കുറെ കണ്ടറിഞ്ഞിട്ടുണ്ട്, കൊണ്ടറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കഷ്ടതകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു തരം വാശിയായി, നമ്മുടെ മക്കൾ ഇത് അനുഭവിക്കരുത്, അവരെ ഏറ്റവും മികച്ച രീതിയിലാക്കണം, അവരെ ഏറ്റവും മികച്ച രീതിയിലാക്കാൻ അവര് ബുദ്ധിമുട്ടൊന്നും പറയരുത്. അങ്ങനെ മക്കളോ വേറെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ അവരെ മികച്ച രീതിയിലാക്കാൻ അവര് ബുദ്ധിമുട്ടൊന്നും പറയരുതെന്ന്? ഏതെങ്കിലും തിയറിയിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? മക്കള് ബുദ്ധിമുട്ടറിയാതെ വളർന്നാലാണ് അവര് നല്ലതാവുക എന്ന് ഉണ്ടോ? പിന്നെ ആരാ തീരുമാനിച്ചത്? ഒരു സൗകര്യത്തിന് നമ്മൾ തന്നെ. കാരണം എന്താ? നമ്മൾ ഈ വാശിക്കാരാണല്ലോ. എന്താ വാശി? നമ്മളെ ഞാൻ തന്നെ കുറെ ബുദ്ധിമുട്ടി അനുഭവിച്ചു. എന്റെ അച്ഛന് 5-6 മക്കളുണ്ടായിരുന്നു. 2 പേരെ പഠിപ്പിക്കാൻ പറ്റി, 2 പേരെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്തു, ബാക്കി 2 പേര് എന്താ അയക്കോന്നായിരുന്നു. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലുള്ള കുടുംബങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അവനവന്റെ തന്നെ സാഹചര്യം എനിക്ക്. അപ്പൊ ആ സാഹചര്യം അറിഞ്ഞ് നമ്മൾ തീരുമാനിക്കുക, ഈ ഒരു സാഹചര്യം എന്റെ വീട്ടിൽ ഉണ്ടാകരുത്. ഇല്ലല്ലോ, നിങ്ങൾക്കാർക്കും 6 മക്കളില്ലാതെ ആയപ്പോ തന്നെ ആ സാഹചര്യത്തെ നിങ്ങൾ മറികടന്നു എന്ന് നിങ്ങളിൽ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടായിരുന്നു നിങ്ങളുടെ അച്ഛനമ്മമാർക്ക്? അന്ന് കാലഘട്ടത്തിൻ്റെതായ വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം മക്കൾ, അവരുടെ എണ്ണത്തിൽ 4, 5, 6 മക്കളുള്ള കുടുംബത്തിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റികൾ കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതിന് ഒരു വ്യവസ്ഥയില്ല. 3 നേരത്തെ ആഹാരം കണ്ടെത്താനുള്ള വഴികൾ അന്വേഷിക്കലും, അതിന് കൃഷിയും അധ്വാനവും, ഇനി സർക്കാർ ജോലിയെങ്കിൽ അങ്ങനെയും, പീഡികയിട്ടാണെങ്കിൽ അങ്ങനെയും, പാടത്തും പറമ്പിലും കിളച്ചിട്ടാണെങ്കിൽ അങ്ങനെയും, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വഴികളാണ് നമ്മൾ തേടിപ്പോയത്. മക്കളുടെ എണ്ണം 4, 5 ആയപ്പോഴായിരുന്നു, നമ്മൾ അതിലൊരു മകനോ മകളോ ആയിരുന്നപ്പോഴായിരുന്നു നിങ്ങൾ തന്നെ പറയുന്ന ഈ കഷ്ടത നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചത്. നിങ്ങളിൽ അധികം പേർക്കും 2, 3 മക്കളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കഷ്ടത അവിടുന്ന് തന്നെ പകുതിയായി കുറഞ്ഞു കഴിഞ്ഞു. ആ കുറവ്
പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നും പിന്നെ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നുള്ളതിന് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക്, ആ വളർത്തു ശീലങ്ങളിലേക്ക് ഒരു പക്ഷെ അറിയാതെയൊക്കെ ചില നല്ലതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, പക്ഷെ നല്ലതിനെ മാത്രമല്ലാത്ത ചിലതിനെ കൂട്ടും പിടിച്ചിട്ടുണ്ടാവാം. ഇതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് തന്നെ പുതുക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയായിരിക്കും നമ്മളെ തിരുത്തുക. അങ്ങനെ തിരുത്താനുള്ള ശ്രമമാണ് ഈ കാലഘട്ടം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട് 2026 കടന്നിരിക്കുന്ന ഈ വർഷം മുതൽ അങ്ങോട്ടേക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത് അടുത്ത കാൽ നൂറ്റാണ്ട് എങ്ങനെയാകണം എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിലേക്ക്, ലോകം എങ്ങനെയാണ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ മാറിയത് എന്നുള്ളതിനേക്കാൾ ഞെട്ടിക്കുന്ന വേഗത്തിലുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ആ മാറ്റങ്ങൾക്ക് നമ്മൾ നിന്നുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. മൊബൈൽ ഫോൺ ആദ്യം വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ കാൽ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, കീശയിൽ, ആണുങ്ങൾക്കാണെങ്കിൽ കീശയിൽ ഒരു ഫോൺ വന്നു, സ്ത്രീകൾക്കാണെങ്കിൽ പേഴ്സിൽ ഒരു ഫോൺ വന്നു. വേറെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ 25 കൊല്ലം മുന്നേ നമ്മുടെ കീശയിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, പുരുഷന്മാരുടെ ഇല്ല. സ്ത്രീകളുടെ പേഴ്സിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. നല്ലതിനും ചീത്തയ്ക്കുമാണ് എന്നും നമുക്കറിയാം. കുട്ടികൾ ഫോണിൽ മാത്രം ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കാതെ ആവുമ്പോ അവര് ഫോണിന്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. അപ്പൊ നമ്മളോട് തന്നെ ന്യായീകരണം പറയും, നമുക്ക് കുട്ടികളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്തതിനുള്ള കാരണം അവരുടെ ജീവിതം മെച്ചപ്പെട്ടതാകാനുള്ള പരക്കം പാച്ചിലാണ്. ആ ന്യായീകരണം വരുന്നതോടുകൂടി നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസമായി. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കുട്ടികളുടെ കൂടെ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ കുട്ടികൾ ആരുടെ കൂടി ഇരിക്കും? ഫോണിന്റെ കൂടി ഇരിക്കും. നമ്മൾ ഫോണിന്റെ കൂടി ഇരുന്നാലും കുട്ടികൾ ആരുടെ കൂടി ഇരിക്കും? അത് കണ്ട് ഫോണിന്റെ കൂടി ഇരിക്കും. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ആ ഉത്തരവാദിത്തം വിശ്വഭാരതി എന്നുള്ള പേരിട്ട് വിളിക്കുന്ന ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് കഴിഞ്ഞ 60 വർഷങ്ങളിലായി നിങ്ങൾ കൈമാറി വന്ന് ഇനി അങ്ങോട്ടേക്കുള്ള 10-40 വർഷക്കാലം കൊണ്ട് നിങ്ങൾ വഴി നടത്താൻ പോവുകയാണ് എന്നും, അടുത്തൊരു തലമുറയെ നിങ്ങൾ അറിയാതെ തന്നെ ഇവിടെ നിങ്ങൾ വാർത്തെടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കാഴ്ചകളായി, കേൾവികളായി, പരസ്പരം കാണുന്നതിന്റെ, കണ്ടു പഠിക്കുന്നതിന്റെ ശീലങ്ങളായി, അനുഭവങ്ങളായി, അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ ഇവിടെ വാർത്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവര് അടുത്ത 25 കൊല്ലം ആ കൊല്ലത്തിന്റെ മാറ്റങ്ങളെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് അവരിലൂടെ തന്നെ അവർ അനുഭവിപ്പിച്ചു തരും. അത് അനുഭവിപ്പിച്ചു തരുമ്പോൾ അത് നല്ല അനുഭവങ്ങളാക്കി നമ്മൾ മുതിർന്നവർ എന്നുള്ള രീതിയിൽ നമ്മുടെ അനുഭവങ്ങളെ കൂടി അവർ പരിഗണിച്ചുകൊണ്ട് അത് ആക്കി തരിക എന്നുള്ളതാണ് അവർക്ക് നമ്മളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ, ഒരു പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരും ഇല്ലാത്തവരും തമ്മിൽ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന വ്യത്യാസം കുറഞ്ഞു വന്നു. അതൊരു ശീലമായി മാറി വന്നപ്പോൾ, അതിനു മുന്നേ ഇത് ഉപയോഗിക്കാൻ അറിയാത്തതിന്റെ പേരില്, ഇതില്ലാത്തതിന്റെ പേരിൽ ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചതാ. ഇനി വേറെ എന്തെങ്കിലും ഒന്നായിരിക്കും. 2000 ഇതിന്റെ 36-ാമത്തെയോ അല്ലെങ്കിൽ 40-ാമത്തെയോ ഒക്കെ വാർഷികം ആഘോഷിക്കാൻ ഇവിടെ വന്ന ആളുകൾ ഉണ്ടാവും. ആ 36-ാമത്തെ വാർഷികം എന്ന് പറഞ്ഞാൽ കൃത്യമായി 25 കൊല്ലം മുന്നെയാണ്. 2000-ലാണ് 2001-ലാണ് ഈ ഫോൺ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഫോൺ ഇങ്ങനത്തെ അല്ല. അപ്പൊ അന്ന് കയ്യിൽ പിടിച്ചത് വേറെന്തോ ആയിരുന്നു, വേറെന്തോ ഫോൺ കൊണ്ടായിരിക്കാം ചിലപ്പോ വന്ന ആള് വന്നിട്ടുണ്ടാവാം. നമ്മളിൽ ആർക്കൊക്കെ ഉണ്ടായിരുന്നു? ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇനി എന്തൊക്കെയോ വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ വരാൻ പോകുന്ന സാധനം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും എന്നും മനസ്സിലാക്കുക. അത് പലതരത്തിലായിരിക്കാം. ഒരു ഉപകരണത്തിന്റെ രൂപത്തിലായിരിക്കാം, ഒരു അവതരണത്തിന്റെ രൂപത്തിലായിരിക്കാം, ഒരു അവതാരത്തിന്റെ രൂപത്തിലായിരിക്കാം. നമുക്കത് അറിയില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കും, സ്വാധീനിക്കും. നമ്മളെ കൂടി അതിന്റെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നതിനൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ആ നഷ്ടപ്പെട്ടു പോകലിനെ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കാനാണ് ഈ കൂട്ടായ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ വേലാശ്വരം ഫെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി മെനക്കെട്ട് നടത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സാംസ്കാരിക സമ്മേളനം എന്നുള്ള രീതിയിൽ, സാംസ്കാരിക സദസ്സ് എന്നുള്ള രീതിയിൽ ഈ കേരളം കണ്ട ഏറ്റവും മികച്ച
നാടകാവതരണം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ടവരിത് അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നത്.